സദൃശ്യവാക്യങ്ങൾ 20:15. പരിജ്ഞാനമുള്ള അധരങ്ങളോ വിലയേറിയ ആഭരണം. ഭൂമിയിൽ വിലയേറിയ ധാരാളം വസ്തുക്കളുണ്ട്. സ്വർണം, വെള്ളി, വിലയേറിയ മുത്തുകളൊക്കെ മൂല്യമുള്ളതായി മനുഷ്യർ കരുതുന്നു. അത് സൂക്ഷിച്ചു വയ്ക്കുവാനും സംഭരിച്ചു വയ്ക്കുവാനും ഒക്കെ എല്ലാവരും ശ്രമിക്കുന്നു. എന്നാൽ പരിജ്ഞാനമുള്ള അധരങ്ങളാണ് ഇതൊക്കെയിലും വിലയേറിയതെന്ന് വചനം പറയുന്നു. പൂർണ്ണമായ അറിവ്, പരിചയം കൊണ്ടുള്ള ജ്ഞാനം എന്നൊക്കെ പരിജ്ഞാനത്തെ നമുക്ക് മനസ്സിലാക്കാം. സാഹചര്യങ്ങളെ മനസ്സിലാക്കി, വ്യക്തികളെ മനസ്സിലാക്കി, ദൈവകൃപയിൽ ആശ്രയിച്ച് നാം സംസാരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് മാത്രമല്ല നമുക്കും അനുഗ്രഹമായി തീരുന്നു. വിലയേറിയ ആഭരണങ്ങൾ നമുക്ക് യാതൊരു ജ്ഞാനവും തരുന്നില്ല. അത് എത്ര നാൾ നാം ഇട്ടു നടന്നാലും അതിനാൽ നമുക്കൊരു മാറ്റം ലഭിക്കുന്നില്ല. നാം എക്കാലത്തും ഒരേപോലെ ആയിരിക്കും. എന്നാൽ ദൈവത്താലുള്ള പരിജ്ഞാനം നാം പ്രാപിച്ചാൽ നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായി തീരും. അത് നമ്മുടെ മേലുള്ള വിലയേറിയ ആഭരണമായി മാറട്ടെ. ജ്ഞാനവും വിവേകവും പ്രാപിക്കുന്നത് വെള്ളിയിലും തങ്കത്തിലും മുത്തുകളിലും മനോഹര വസ്തുക്കളേക്കാൾ ഒക്കെയും വിലയേറിയതെന്ന് സദൃശ്യവാക്യം 3:13-15 വരെ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 119:72 1000 പൊൻവെള്ളി നാണ്യത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള ന്യായപ്രമാണം എനിക്ക് ഉത്തമമെന്ന് പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം എല്ലാ പൊന്നിനേക്കാളും തങ്കത്തേക്കാളുമൊക്കെ വിലയേറിയതെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത്, ശുദ്ധീകരിക്കുന്നത്, നിത്യതയ്ക്കായി ഒരുക്കുന്നത് ഒക്കെ വചനമാണ്. ഭൂമിയിൽ വിലയേറിയതൊന്നും നമ്മെ എങ്ങും എത്തിക്കുകയില്ല. എന്നാൽ വചനത്താൽ നാം വളർത്തപ്പെട്ടാൽ സ്വർണവും തങ്കവും വിലയേറിയ മുത്തുകളുമൊക്കെ കൊണ്ട് പണിത സ്വർഗീയ ഭവനത്തിൽ നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. സദൃശ്യവാക്യങ്ങൾ 22:1 സൽകീർത്തിയും കൃപയും വെള്ളിയിലും പൊന്നിലുമൊക്കെ നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും പിശാച് പലതിൽ കൂടിയും നല്ല മനുഷ്യരുടെ നല്ല പേര് നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്നാൽ ദൈവം മുൻപാകെ നമുക്ക് നല്ലവനും വിശ്വസ്തനുമായവനെ എന്നുള്ള പേര് സമ്പാദിക്കുവാൻ കഴിഞ്ഞാൽ ഭൂമിയിലുള്ള വിലപിടിപ്പുള്ള സകലതിലും വലുത് അതാണ്. 1 പത്രോസ് 1:18-19 വാക്യങ്ങളിൽ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തമാണ് അഴിഞ്ഞു പോകുന്ന പൊന്ന്, വെള്ളി എന്നിവയേക്കാൾ വിലയേറിയത് എന്ന് പറഞ്ഞിരിക്കുന്നു. ആ രക്തത്തിന് മറുവിലയാകാൻ തക്കവണ്ണം വിലപിടിപ്പുള്ളതൊന്നും ഈ ഭൂമിയിൽ ഇല്ല. നാം വിലപിടിപ്പുള്ളത് എന്ന് കരുതുന്നത് ഒന്നുമല്ല വചനപ്രകാരം വിലപിടിപ്പുള്ളത്. അതിനാൽ നിത്യമായ മൂല്യമുള്ള ആത്മീയ വളർച്ചയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ കർത്താവ് വിലയേറിയവനും മാന്യനുമായി എണ്ണേണ്ടതിനായി പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ സന്നിധിയിൽ വിലപിടിപ്പുള്ളതിനെ വാഞ്ചിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.